അതെനിക്ക് വളരെ ഞെട്ടലായിരുന്നു. അതുവരെ എന്റെ വിചാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മെയിൻ റീസൺ ഈ പറയുന്ന ഫെമിനൈനാണ്. അതിന്റെ അടുത്ത് നിന്ന് കിട്ടിക്കൊണ്ടുവന്ന അഷുറൻസ് ആണ് എന്നെ വീണ്ടും ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു റിലേഷൻസ് വന്നോണ്ടിരുന്നത്. മാനസികമായിട്ട് തളർന്നായിട്ട് എനിക്കത് ഭയങ്കര ഒരു ആശ്വാസം കൂടിയിട്ടായിരുന്നു. പിന്നീട് ഒരു പാലക്കാട് ഇലക്ഷൻ കഴിയുമ്പോഴാണ് രാഹുലിന്റെ അടുത്ത് വീണ്ടും ഒന്നും നടക്കാത്തതുപോലെ വളരെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത് രാഹുലിനെ തളർന്നിരിക്കുകയാണ്. രാഹുലിന് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവരെ ആ സിറ്റുവേഷൻ ചൂഷണം ചെയ്യാനും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒത്തിരി കഴിവുള്ള ഒരാളാണ് രാഹുൽ. അപ്പൊ രാഹുലിന് വീണ്ടും ഒരു ഫ്യൂച്ചർ റിയഷർ ചെയ്ത് നമുക്കൊന്ന് ജീവിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫ്ലാറ്റ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബാക്ക് ടു രാഹുലിലേക്ക് എത്തിച്ചു. ഇതെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് ഫെനിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. 2024 ജൂലൈ തൊട്ട് 2025 നവംബർ വരെ ഞാൻ വളരെ ചുരുക്കം ദിവസങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ ഫെനിനെ എന്നോട് സംസാരിക്കാതിരുന്നിട്ടുള്ളൂ. അത്ര ദിവസങ്ങളിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളും കൂടിയിട്ടാണ്. പിന്നീട് ഒരു സിറ്റുവേഷനിൽ ഞാൻ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ ഫെനിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുലിനെ ഒത്തിരി ചീത്ത വിളിച്ചു, ഒത്തിരി തെറി തന്നെ പറഞ്ഞു, സ്ട്രക്ചർ ചെയ്തു. പിന്നെയും എന്റെ പ്രഗ്നൻസി ഡിനൈ ചെയ്തു. വീണ്ടും 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 ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതേ സമയത്ത് ഞാൻ ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി, ഞാൻ ഇങ്ങനെ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫെനിന്റെ അടുത്ത് പറയുന്നത് അത് പറയണ്ടായിരുന്നു, മറ്റൊരാൾ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് എന്നൊക്കെ ഫെനിന്റെ അടുത്ത് പറഞ്ഞു. പിന്നീട് 2025 ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എന്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നത്. അതെനിക്ക് വളരെ ഞെട്ടലായിരുന്നു. അതുവരെ എന്റെ വിചാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മെയിൻ റീസൺ ഈ പറയുന്ന ഫെമിനൈനാണ്. അതിന്റെ അടുത്ത് നിന്ന് കിട്ടിക്കൊണ്ടുവന്ന അഷുറൻസ് ആണ് എന്നെ വീണ്ടും ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു റിലേഷൻസ് വന്നോണ്ടിരുന്നത്. മാനസികമായിട്ട് തളർന്നായിട്ട് എനിക്കത് ഭയങ്കര ഒരു ആശ്വാസം കൂടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനെ ചോദ്യം ചെയ്തു, ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്തു. രാഹുലിന്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ മീഡിയ ഡ്രിവൻ ആണ്, പൊളിറ്റിക്സ് ആണ്, പെയ്ഡാണ്. ആദ്യത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ ഇല്ലാന്ന് പറഞ്ഞു. രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് ഫേക്കാന്ന് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ചോദിച്ചപ്പോൾ അത് പെയ്ഡാണ്. ന്യൂസ് 18 ചാനലും റിപ്പോർട്ടർ ചാനലും കൂടിയിട്ട് ചെയ്യുന്ന കളികളാണ്, എന്നെല്ലാവരും കൂടെ വീഴ്ത്താൻ നോക്കുവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും വോയിസ് പുറത്തു വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രാഹുൽ, അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് പക്ഷെ ഒരു ഗർഭമില്ലാന്നൊക്കെ എൻ്റെ അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ട് രാഹുലിന്റെ അടുത്ത് പറഞ്ഞു, ഞാനിതെല്ലാം നിന്നെ ബോധ്യപ്പെടുത്തി തരാം, നീ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും വരും, എനിക്ക് അറിയണം, എനിക്ക് കൃത്യമായിട്ട് അറിയണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, ഇന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതെന്ന് എനിക്കറിയണമായിരുന്നു. രാഹുൽ ഒരിക്കലും ഒരു കാര്യത്തിനും ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ക്ലാരിറ്റിയും തരില്ല, ഒരു ക്ലോഷറും തരില്ല. അതാണ് രാഹുലിന്റെ ഒരു രീതി. അപ്പോൾ രാഹുലിന്റെ ഇതേ സമയത്ത് ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്യുമ്പം എന്നെ ഫെനി വിളിക്കും, അയാൾ തകർന്നിരിക്കുകയാണ്, അയാൾ മെന്റലി ഭയങ്കര പ്രശ്നത്തിലിരിക്കുകയാണ്, ഡൗൺ ആയിട്ടിരിക്കുവാണ്, ഈ കൂടെ നിങ്ങളും കൂടെ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഫെനിയുടെ അടുത്ത് പറഞ്ഞു, ഫെനി, എന്റെ കുഞ്ഞിനെ പോലെ വേറെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ അത് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫെനി പറഞ്ഞു, ഈ ഇഷ്യൂസ് ഒക്കെ ഒന്ന് കഴിയട്ടെ, ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ 4 എണ്ണം പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു ഫെനിയുടെ അടുത്തേക്ക്, ഫെനി, നീ എന്റെ അടുത്ത് സത്യം പറ, എന്റെ കുഞ്ഞിനെ പോലെ ഇനിയും കുഞ്ഞുങ്ങളുണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഫെനിയുടെ അടുത്ത് ചോദിക്കുന്നത്. ഫെനി പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, ഇതെല്ലാം ഫേക്കാണ്, വേണമെങ്കിൽ ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ആണെങ്കിൽ ഞാൻ തന്നെ തെളിവുകൾ തരാം എന്നൊക്കെ ഫെനി എന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ രാഹുൽ പറഞ്ഞതനുസരിച്ചാണ് എനിക്ക് ഇതിന് ക്ലാരിറ്റി തരാം, നീ നേരിട്ട് വരുമ്പോൾ ഞാൻ ഇതിനെല്ലാം ബോധ്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ നാട്ടിൽ വരുന്നത്. ഇതേ സമയത്ത് ഈ രാഹുൽ എനിക്ക് തന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ട്രോമാസും കൊണ്ടും എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും കൂടെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ഫിസിക്കലി ആൻഡ് മെന്റലി.